ഹലോ എവരിവൺ. അപ്പം എല്ലാവർക്കും എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാലൻസ് ബോണ്ട് തിയറി ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഇത് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പറയുമ്പോഴത്തേക്കും അതിൻ്റെ സ്ട്രക്ചറൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂഷ്വലി ഈ ഒരു വാലൻസ് ബോണ്ട് തിയറി നമ്മൾ യൂസ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ അതിൻ്റെ ഇപ്പം മെറ്റൽ അതുപോലെ ലിഗാൻഡ് ഒക്കെ ഉണ്ടല്ലോ. സോ അതിന് നമ്മുടെ പോസ്റ്റുലേറ്റ്സ് ജസ്റ്റ് നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. So postulates പറയുകയാണെങ്കിൽ covalent bonds are formed when two valence orbitals belonging to two different atoms overlap on each other. The electron density in the area between the two bonding atoms increases as a result of this overlapping, thereby increasing the stability of the resulting molecule. അതായത് നമ്മുടെ കോവലന്റ് മോളിക്യൂൾസ് ഒക്കെ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, അത് വാലൻസ് ബോണ്ട് ഓർബിറ്റൽസിൻ്റെ ആ ഒരു കോമ്പിനേഷൻ വെച്ചാണ് ഫോം ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ മെറ്റലിൻ്റെ N-1 അതുപോലെ NS NP ഓർബിറ്റൽസ് ഒക്കെയാണ് ഇവിടെ യൂഷ്വലി ആ ഒരു ബോണ്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. The presence of many unpaired electrons in the valence shell of an atom enables us to form multiple bonds with the other atoms. The paired electrons present in the valence shell do not take participate in the formation of chemical bond as per the valence bond theory. പിന്നെ covalent chemical bonds are directional and also parallel to the region corresponding to the atomic orbitals that are overlapping. And sigma bonds and pi bonds refer to the pattern that the atomic orbitals overlapping, that is pi bonds are formed from sideways overlapping. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. And the overlapping along the axis containing the nuclei of the two atoms lead to the formation of sigma bonds. Okay. ഇതാണ് ബേസിക് പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. പോസ്റ്റുലേറ്റ്സിൻ്റെ അത്ര ആവശ്യമില്ല, നമുക്ക് പ്രോബ്ലംസിൻ്റെ ഇതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് തന്നെ പോകാം. പിന്നെ ഇവിടെ കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ 2-3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ പെയറിങ് നടക്കും. ഇപ്പോൾ വാലൻസ് ബോണ്ട് തിയറി പറയുകയാണെങ്കിൽ തന്നെ അവിടെ പെയറിങ്ങിന് ഒരു കേസാണ്. മെറ്റൽ ആറ്റം ലീക്കേണ്ട നമ്മളൊരു പെയറിങ് നടക്കുന്നുണ്ട്. സോ ആ ഒരു ഇലക്ട്രോൺസ് വേക്കൻ്റ് ആയിട്ടുള്ള ഓർബിറ്റൽസിന് പെയർ ചെയ്യുന്ന ചിലപ്പോൾ നിൽക്കുക, അല്ലെങ്കിൽ പെയർ ചെയ്യാൻ നിൽക്കാം. സോ ഈ ഒരു പർട്ടിക്കുലർ ചില ലിഗാൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിൽ സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് ആയിരിക്കും. ചില ലിഗാൻസ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് ഫീൽഡ് ആയിരിക്കും, അതായത് അവർ പെയർ ചെയ്യും. അതുപോലെ ചില ലിഗാൻസ് എന്ന് പറയുമ്പോൾ വീക്ക് ഫീൽഡ് ലിഗാൻസ് ആയിരിക്കും, അവർ പെയർ ചെയ്യത്തില്ല. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഹാലജൻസ് ഒക്കെ വരുന്ന കേസിൽ ഈ ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡാണ് വരുന്നത്, അത് പെയറിങ് നടക്കത്തില്ല. പക്ഷേ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് കേസിൽ പെയർ ചെയ്യും. ഇപ്പം ഈ ഒരു എക്സാമ്പിൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാണ്, അതവിടെ പെയറിങ് നടക്കും. എന്നിട്ട് ആ ഒരു രീതിയിൽ നമ്മളായിട്ട് സ്ട്രക്ചർ പ്രിഡിക്റ്റ് ചെയ്യാൻ പോകും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എക്സാമ്പിളിലേക്ക് തന്നെ പോകാം. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, നമ്മൾ വീക്കെൻഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് കൺസിഡർ ചെയ്യും. സോ ഇവിടെ സൈനൈഡ് ആണ് ഇവിടുത്തെ ലിഗാൻഡ് വരുന്നത്, അതോടെ സെൻട്രൽ മെറ്റൽ അയൺ വരുന്നത് നിക്കലാണ്. ഓക്കെ, സോ ഇവിടെ വരുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ വാലൻസ് അല്ലെങ്കിൽ ചാർജ് കണ്ടുപിടിക്കും. സോ ഇവിടെ നിക്കൽ ഇവിടുത്തെ ഒരു നോക്കുവാണെങ്കിൽ -1 ചാർജ് ആണ്. സോ ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു +2 ചാർജ് ആയിരിക്കും നിൽക്കുന്നത്. ഓക്കെ, നിക്കൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിക്കൽ നോർമൽ കോൺഫിഗറേഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും വരുന്നത്, നിക്കൽ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ നിക്കലിൽ എന്ന് പറയുമ്പോൾ 28 ആണ് നിക്കലിനെ വരുന്നത്. അപ്പോൾ നിക്കലിന് 28 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോക്കുവാണെങ്കിൽ ആർഗൺ 18 ആണ്, 3s2 3d8 4s2. ഓക്കെ, അതായത് ആർഗൺ 18 പിന്നെ 18 + 8 എന്ന് പറയുന്നത് 26 ഇലക്ട്രോൺ, പിന്നെ 2 ഇലക്ട്രോൺസ് കൂടെ കൂട്ടുമ്പോഴത്തേക്ക് എത്ര വരും, 30 ഇലക്ട്രോൺസും 28 ഇലക്ട്രോൺസും വരും. അപ്പോൾ ഇവിടെ നിക്കൽ 28 ആണ് വരുന്നത്. പക്ഷെ നമ്മൾ ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ നോക്കുവാണെങ്കിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ Ni2+ അല്ലെങ്കിൽ +2 എന്നായിരിക്കും വരുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ട എന്താണ്, ഫസ്റ്റ് ഇലക്ട്രോൺസ് പോകുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ ഇലക്ട്രോൺസ് പോകുന്നത് എവിടെ നിന്നാണ്, S ഓർബിറ്റലിൽ നിന്നാണ് പോകുന്നത്. സോ ഇവിടെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസ് പോകണം. സോ എവിടുന്ന് പോകും, ഈ ഒരു പർട്ടിക്കുലർ ഇവിടെ നിന്നായിരിക്കും ഫസ്റ്റ് ഓർബിറ്റൽസ് ഇലക്ട്രോൺസ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ എങ്ങനെ വരും, AR 3d8 4s0. ഓക്കെ, 2 ഇലക്ട്രോൺസ് പോയി, 4s0 എഴുതിയാലും കുഴപ്പമില്ല. 3d8 കോൺഫിഗറേഷൻ, D8 കോൺഫിഗറേഷനിലാണ് നിക്കൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓർബിറ്റൽസ് വരയ്ക്കണം. സോ ഓർബിറ്റൽസ് വരയ്ക്കുകയാണെങ്കിൽ
ഫസ്റ്റ് ഓഫ് ഓൾ ഡി ഓർബിറ്റൽസിൻ്റെ ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. 5 ഡി ഓർബിറ്റൽസ് ഉണ്ടല്ലേ. അതുപോലെ ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റൽസും ഉണ്ട്. ഓക്കെ, ഇതെന്ന് പറയുമ്പോഴത്തേക്കും 3D ആണ്, ഇത് 4s ആണ്, ഇത് 4p ആണ്. ഓക്കെ, സോ ഇനി നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? ഇവിടെ 8 ഇലക്ട്രോൺസ് ആണല്ലോ അല്ലേ. സോ 8 ഇലക്ട്രോൺസിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ 1 2 3 4 5 6 7 8. ഓക്കെ, ഇങ്ങനെയാണ് നിൽക്കുന്നത്. സോ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇതൊരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാണ്. സൈനൈഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാണ്, സ്ട്രോങ് ഫീൽഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് പെയറിങ് നടക്കും. ഓക്കെ, പെയറിങ് നടക്കും. സോ പെയറിങ് നടക്കുമ്പോഴത്തേക്ക് എന്താണ്, ഇവിടുന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. സോ അവർ പെയർ ചെയ്താണ് അടുത്ത കേസിൽ നിൽക്കുന്നത്. സോ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ നോക്കുവാണെങ്കിൽ അതുപോലെ ഇവിടെ പെയർ ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് 1 2 അതുപോലെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഓക്കെ, ഇനി എന്താണ്, ഇനി നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എത്ര ലിഗാൻഡ്സ് ഉണ്ട്? 4 ലിഗാൻഡ്സ് ആണുള്ളത്. സോ 4 വേക്കൻറ്റ് ഓർബിറ്റൽസ് നമുക്ക് വേണം. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ഒരെണ്ണം ഡി ഓർബിറ്റലിൽ ഒരെണ്ണം ഉണ്ട് അല്ലേ. ഇനി ബാക്കി എവിടെയാണ്? എസ്സിൽ ഒരെണ്ണം ഉണ്ട്. എസ്സിൽ ഒരെണ്ണം കൂടെ ആയപ്പോഴത്തേക്കും നമുക്ക് 2 ഓർബിറ്റൽസ് കിട്ടി. ഇനി ഇപ്പം ഇത്ര 2 ഓർബിറ്റൽസ് കൂടെ വേണം. സോ 2 ഓർബിറ്റൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ പിന്നും 2 ഓർബിറ്റൽസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് ഹൈബ്രിഡൈസേഷൻ നമുക്ക് നോക്കുവാണെങ്കിൽ DsP2 എന്നാണ് അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ വരുന്നത്. ഓക്കെ, അതാണ് ഇതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ഹൈബ്രിഡൈസേഷൻ നമുക്ക് പറയാൻ പറ്റും. സോ ഇതൊരു സ്ക്വയർ പ്ലാനർ സ്ട്രക്ചർ ആണ് നമുക്ക് പറയാം. ഇനി എന്താണെന്ന് ചോദിച്ചാൽ പെയറിംഗ് നടന്നു, ഇത്രയേ ഉള്ളൂ ആ ഒരു കേസ്. അതായത് ഹൈബ്രിഡൈസേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി സെക്കൻഡ് ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും FeCO5 ടൈംസ്. ഇവിടെ അയൺ ആണ് ഇവിടുത്തെ സെൻട്രൽ മെറ്റലാണ് വരുന്നത്. അതുപോലെ CO, അതായത് കാർബണിൽ ലിഗാൻഡാണ് ഇവിടെ വരുന്നത്. 5 എണ്ണമാണ് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, ഇവിടെ അയണിന്റെ അറ്റോമിക് നമ്പർ, അയൺ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 26 ആണ് അറ്റോമിക് നമ്പർ വരുന്നത്. സോ അയണിന്റെ ആ ഒരു കോൺഫിഗറേഷൻ വരുവാണെങ്കിൽ Fe26 വരുവാണെങ്കിൽ എങ്ങനെ വരും? ആർഗൺ 80 3d6 4s2 ആണ്. ഓക്കെ, പിന്നെ കാർബണൈൽ നോക്കുകയാണെങ്കിൽ ഒരു വീക്ക്ലി നമുക്ക് പറയാൻ പറ്റും. ഇവിടെ അയൺ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് അയൺ നിൽക്കുന്നത്. സോ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ Fe +2 ആകുമ്പോഴത്തേക്കും Ar 3d6 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, Ar 3d6. സോറി, ഇവിടെ ഈ ഒരു കേസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഇതൊരു ന്യൂട്രൽ ലിഗാൻഡാണ്. സോ ഇത് ഇലക്ട്രോൺസ് അവിടെ പോകുന്നില്ല. 3d6 4s2 തന്നെ ആണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യണം? നമുക്ക് ഓർബിറ്റൽസ് വരയ്ക്കണം. സോ ഓർബിറ്റൽസ് എന്ന് പറയുമ്പോഴത്തേക്കും 5 ഡി ഓർബിറ്റൽസ് ഉണ്ട്. ഒരു എസ് ഓർബിറ്റല്, അതുപോലെ 3 പി ഓർബിറ്റൽസ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3D ആണ്, ഇത് 4s ആണ്, അതുപോലെ ഇതെന്താണ് 4p ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ പെയറിംഗ് നടക്കും. കാരണം കാർബണിൽ സ്ട്രോങ് ലിഗാൻഡാണ്, പെയറിംഗ് നടക്കും. സോ ഇവിടെ പെയറിംഗ് നടക്കുമ്പോഴത്തേക്കും ഇവിടെ അയൺ നോക്കുവാണെങ്കിൽ ഇവിടെ 3d6 ആണ്. സോ 1 2 3 4 5 6 ഇലക്ട്രോൺസ് ഡിയിലുണ്ട്. എസ്സിലാണ് 2 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. ഇനി എന്താണെന്ന് ചോദിച്ചാൽ പിയിൽ വേക്കൻ്റ് ആണ്. ഇനി ഇപ്പം പെയറിംഗ് നടക്കുന്നുണ്ട്. ഇവരെന്താണ് അടുത്ത സ്റ്റെപ്പിൽ പെയർ ചെയ്ത് നിൽക്കുന്നു. സോ പെയർ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അതിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെയർ ചെയ്തുമ്പോഴേക്കും ഇത് 2 പെയറാകുന്നു. സോ ഇത് പെയറായി, ഇത് പെയറായി. ഇനിയിപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇതും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് പെയറിങ് നടന്നു നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ വേക്കൻസി വന്നു അല്ലേ. സോ ഇത് വേക്കൻസി വന്നാൽ 5 ലിഗാൻസ് ആണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് നമുക്ക് പറയാം. സോ 5 ലിഗാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും
ഇവിടെ 1, ഇവിടെ 2, 3, 4, 5 DsP3 ഹൈബ്രിഡൈസേഷൻ എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു പർട്ടിക്കുലർ ഇത് വരുന്നതെന്ന് പറയുമ്പോൾ ട്രൈഗണൽ ബൈപിരമിഡ് TBP എന്നാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. സോ അങ്ങനെയാണ് അതിൻ്റെ ഒരു പർട്ടിക്കുലർ കേസ് വരുന്നത്. സോ ഇവിടെ ആ ഒരു പെയറിങ് നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ ഇവിടെ ആ ഒരു അയൺ ന്യൂട്രൽ ഇതിലാണ് നിൽക്കുന്നത്, അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത്രയാണ് ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിക്കൽ ടെട്രാ ക്ലോറൈഡ് ആണ്. സോ ഇവിടെ ചാർജ് തന്നിട്ടുണ്ട്, നിക്കലിന്റെ ചാർജ് തന്നിട്ടുണ്ട്. മീൻസ് നിക്കലിന്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ -4 ആണ്, അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നിക്കൽ +2 ആണ്. അപ്പോൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെ ഒരു ഇതുണ്ട്, അതായത് നിക്കൽ എന്ന് പറയുമ്പോൾ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ എത്ര വരും? AR 3D8 എന്ന് വരും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലിഗാൻഡ് ക്ലോറിൻ ആണ്, അതായത് ഹാലജൻ ആണ് ഇവിടുത്തെ ലിഗാൻഡ്. സോ ഹാലജൻ ലിഗാൻഡായിട്ട് കയറുന്ന കേസിൽ പെയറിങ് നടക്കാതെ വരും. ഓക്കെ, അപ്പം നോ പെയറിംഗ് ആണ് ആക്ച്വലി ഇവിടെ വരുന്നത്. CL വരുവാണെങ്കിൽ നോ പെയറിംഗ്, അല്ലെങ്കിൽ ഹാലജൻസ് വരുവാണെങ്കിൽ നോ പെയറിംഗ്. ഓക്കെ, അപ്പം നോ പെയറിംഗ് നടക്കുകയാണെങ്കിലും നമുക്ക് ജസ്റ്റ് ഓർബിറ്റൽസ് ഒന്ന് വരച്ച് ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ നോക്കാം. സോ ഇവിടെ ഇത് എഴുതി. ഇനിയിപ്പം ഓർബിറ്റൽസ് വരയ്ക്കുകയാണെങ്കിൽ 5 d ഓർബിറ്റൽസ്, ഒരു s ഓർബിറ്റൽ, 3 p ഓർബിറ്റൽസ്. ഇനി ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം. NiCl4 ആണ്, അതായത് 3d8 കോൺഫിഗറേഷൻ ആയിട്ട് 8 ഇലക്ട്രോൺസ്. ഇവരൊക്കെ പെയർ ചെയ്ത് നിൽക്കത്തില്ല. ഓക്കെ, പെയർ ചെയ്ത് നിൽക്കാത്തപ്പം നമുക്ക് എന്താണ്, ഇവിടെ 4 ലിഗാൻഡ്സ് മാത്രം ഫില്ല് ചെയ്താൽ മതി. അതുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ 4 എണ്ണം ഇവിടെ ഉണ്ട് അല്ലെ, 4 ഇലക്ട്രോൺസ് അവിടെ ഉണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം ഇവിടെ എന്താണ്, ഇത് S ആണ്, അതുപോലെ ഇത് P ആണ്. സോ sp3 ഹൈബ്രിഡൈസേഷൻ ആണ് നമുക്ക് NiCl4ന്റെ ആ ഒരു പർട്ടിക്കുലർ കേസ് വരുന്നത്. ഇനി ഈ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിന്റെ നമുക്ക് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ള കേസ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ മാഗ്നറ്റിക് മൊമെന്റ് ഒക്കെ കണ്ടുപിടിക്കാം. അതായത് ഡയമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ നമുക്ക് അറിയാൻ പറ്റും. സോ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ഫോർമുലയാണ്. √n+2 ആണ് ഇതിന്റെ ഫോർമുല വരുന്നത്. n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസിന്റെ കേസാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ 2 × 2+2 എന്ന് പറയുമ്പോഴത്തേക്കും 2 × 4 √8 എന്ന് വരും, അതായത് 2√2 എന്ന് വരും. 2² × 2 എന്ന് പറയുമ്പോൾ 8 വരാം. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ 2 × 2 ഇത്രയാണ് ഇതിന്റെ ഒരു പർട്ടിക്കുലർ മാഗ്നറ്റിക് മൊമെന്റ് വരും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ആ ഒരു കേസ് വരുന്നത്. ഇപ്പം ഇതിന്റെ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. ഇവിടെ 4 ലിഗാൻഡ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ കേസ് വന്നത്. ഇപ്പം ഇവിടെ Feക്ക് പകരം ഇപ്പം നിക്കലിന് വരുമ്പോൾ വേറൊരു ലിഗാൻഡ് വരുവാണ് അല്ലെ. വേറൊരു ലിഗാൻഡ് എന്ന് പറയുവാണെങ്കിൽ വേറൊരു ലിഗാൻഡ് വരുവാണ്. ഇപ്പൊ Feയുടെ ഒരു ലിഗാൻഡ് എടുക്കാം. Fe പെയറിങ് നടക്കാത്തെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹാലജൻ ലിഗാൻഡ് നമുക്ക് എടുക്കാം. ഇപ്പൊ Fe എടുക്കാം. നമുക്ക് NiF6 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് എടുക്കാം. F6 എന്ന് പറഞ്ഞൊരു ഇതെടുക്കാം. അവിടെ 2- ചാർജ് ആണ് നിൽക്കുന്നത്. 2- നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ നിക്കൽ നിൽക്കുന്ന ഇപ്പൊ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും? O- നിൽക്കുക. അപ്പൊ നിക്കൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യത്തെ കേസ് Ni2+ എന്ന് പറയുമ്പോഴത്തേക്കും 3d8 കോൺഫിഗറേഷനിലാണ് നിക്കൽ നിൽക്കുന്നത്. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഓർബിറ്റൽസ് വരയ്ക്കാം. ഓർബിറ്റൽസ് വരയ്ക്കുമ്പോഴത്തേക്കും ഇവിടെ 5 ഓർബിറ്റൽസ് ഇവിടെ വന്നു, അതുപോലെ s ഓർബിറ്റൽ വന്നു, ഇവിടെ 3 p ഓർബിറ്റൽസ് വന്നു. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ 3d ഓർബിറ്റൽ, ഇത് 4s, അതുപോലെ ഇത് 4p ഓർബിറ്റൽ. ഓക്കെ, ഇനി ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം. ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ നിക്കൽ 8 ആണ്. സോ 8 എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 8. ഓക്കെ, ഇവിടെ പെയറിങ് നടക്കുന്നില്ലല്ലോ. പെയറിങ് നടക്കുന്നില്ലാത്തതുകൊണ്ട് ഇവരവിടെ നിൽക്കുന്നില്ല. അപ്പൊ ഇനി അവശേഷിക്കുന്ന എത്ര ലിഗാൻഡ്സ് ഇവിടെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. സോ ഇവിടെ നോക്കുവാണെങ്കിൽ 6 ലിഗാൻഡ്സ് ആണ് ഇവിടെ ഫില്ല് ചെയ്യുന്നത്. സോ 6 ലിഗാൻഡ്സ് ഫില്ല് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓക്കെ,
എക്സ്ട്രാ നമ്മളൊരു ഡി ഓർബിറ്റലോട് അവിടെ കൺസിഡർ ചെയ്യണം. സോ ആ ഒരു കേസിലാണ് ഇവിടെ ഇത് ഇങ്ങനെ തന്നെ നിൽക്കുന്നു, വേറെ നടക്കുന്നില്ല. അപ്പം നമുക്കിവിടെ അവശേഷിക്കുന്നത് എത്രയാണ്? 6 ലിഗാൻസ് ആണ്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ 4 ലിഗാൻസ് ഇവിടെ തന്നെ കിട്ടി, പിന്നെ 2 ലിഗാൻസ് അവിടെ ഇവിടെ ഉണ്ട്. ഈ ഒരു ഡി ഓർബിറ്റൽ 2 ലിഗാൻസ് ആണ്. ഇത് 4s, ഇത് 4p ആണ്, ഇത് 4d ഓർബിറ്റലാണ്. സോ അവിടുന്ന് ഇവിടെ നോക്കുവാണെങ്കിൽ sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിന്റെ ഇത് വരുന്നത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അവിടെ പേരിങ് നടക്കുന്നില്ല. പക്ഷേ ഇവിടെ നോക്കുവാണെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് മൊമെന്റ് നോക്കുവാണെങ്കിൽ സെയിം കേസ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഹൈബ്രിഡൈസേഷനെ പറ്റി അല്ലെങ്കിൽ ബാലൻസ് ബോണ്ട് തിയറിയെ പറ്റി പറയാനുള്ളത്. പിന്നെ അതിൻ്റെ കുറച്ച് എക്സംഷൻസ് ഉണ്ട്. അതായത് ഫെയിലിയർ ടു എക്സ്പ്ലെയിൻ ദ ടെട്രാവാലൻസ് എക്സിബിറ്റഡ് കാർബൺ ടെട്രാവാലൻസി എക്സിബിറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഇതൊന്നും ഇത് ഈ വിപിറ്റിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ no insight is offered on the energies of electrons, and the theory assumes the electrons are localized in specific areas. ചില ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇലക്ട്രോൺസ് ലോക്കലൈസ് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഡീലോക്കലൈസ് സംഭവിച്ച് നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതൊന്നും അങ്ങനെയാണ് അസ്യൂം ചെയ്യുമെന്ന് പറയാൻ പറ്റും. പിന്നെ it does not give a quantitative interpretation of the thermodynamic or kinetic stabilities of coordination compound. അതായത് തെർമോഡൈനാമിക് ആകാം, അതുപോലെ കൈനറ്റിക് സ്റ്റെബിലിറ്റി രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പം ഒന്ന് റേറ്റിനെ പറയുന്നതാണ്, അതുപോലെ ഒന്ന് ഇതിനെ പറയുന്നതാണ്. അപ്പം അതിനെയൊന്നും എക്സിബിറ്റ് അല്ലെങ്കിൽ ഒരു പ്രൂഫൊന്നും കിട്ടിയിട്ടെന്ന് പറയാൻ പറ്റും. പിന്നെ വീക്ക് ലിഗാൻഡും അതുപോലെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡും തമ്മിലുള്ള വ്യത്യാസമൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ കളർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ടും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസ് അല്ലെങ്കിൽ ഈ ഒരു പെയറിങ് നടക്കാൻ കാരണം അല്ലെങ്കിൽ ഒരു സീരീസ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് അതൊരു പെയർ ചെയ്യുന്നത്. ഇപ്പോൾ സ്പെക്ട്രോകെമിക്കൽ സീരീസ് ആണ് യൂഷ്വലി അത് പറയുന്നത്. ഇപ്പം ഏറ്റവും പെയറിങ് നടക്കാത്തതെന്ന് പറയുന്നത് ഹാലജൻസ് ഒക്കെ വരുന്ന കേസിലാണ് ഏറ്റവും പെയറിങ് നടക്കാത്തത്. അല്ലെങ്കിൽ I- അല്ലെങ്കിൽ X- എന്നിടാം. പിന്നെ X- കഴിയുവാണെങ്കിൽ പിന്നെ തയോസൈനിൽ ലിങ്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് പോയി. ഇപ്പം വാട്ടർ വരും. വാട്ടർ എന്ന് പറയുന്നത് ഒരു വീക്ക് ലിഗാൻഡ് തന്നെയാണ്. പിന്നെ അവസാനം വരുന്നതൊക്കെയാണ് നമ്മുടെ കാർബണൈൽ, അതുപോലെ നമ്മുടെ CN, അങ്ങനത്തെ ലിഗാൻഡൊക്കെയാണ് ഏറ്റവും സ്ട്രോങ് ഫീൽഡായിട്ട് വരുന്നത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ബാലൻസ് ബോണ്ട് തിയറിയെ പറ്റി കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ പറയാനുള്ളത്. മെയിൻലി ഇതിൻ്റെ സ്ട്രക്ചർ പ്രിഡിക്റ്റ് ചെയ്യുക, അതെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇത് നോക്കുവാണെങ്കിൽ സ്ക്വയർ പ്ലെയിനാർ സ്ട്രക്ചർ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇത് ടെട്രാഹീഡ്രൽ സ്ട്രക്ചറാണ്. അതുപോലെ ഇത് നോക്കുവാണെങ്കിൽ സ്ക്വയർ പ്ലെയിനാർ സ്ട്രക്ചറാണ്. അപ്പം ഇത്രയാണ് ബാലൻസ് ബോണ്ട് തിയറിയെ പറ്റി പറയാനുള്ളത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.